ആറ്റിങ്ങലിലെ തീരമേഖലയിൽ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാണ് മുതലപ്പൊഴിയുടെ പ്രശ്നപരിഹാരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പലതരം പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും അപകടം ഒഴിവാക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വോട്ട് ചോദിച്ചു വരുന്നവർ ജയിച്ചു പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന മുതലപ്പൊഴി ഇപ്പോഴും അപകടപ്പൊഴിയാണ്. ഓരോ മൺസൂൺ കാലത്തും നിരവധി മത്സ്യത്തൊഴിലാളി ജീവനുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കുമപ്പുറം മുതലപ്പൊഴിയിലെ പ്രശ്നപരിഹാരത്തിന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. വോട്ട് സമയമാകുമ്പോൾ അവർ വന്ന് വോട്ട് ചോദിക്കും. ഇവിടെയാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയില്ല, ഒന്നുമില്ല. ഇത് മരണപ്പൊഴിയെന്നാണ് പേര്. അവർ വോട്ട് മാത്രം ഇട്ട് കൊടുത്താൽ വേറെ ഒന്നും വേണ്ട. കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പോലും പോകും, പക്ഷേ ഇതുപോലെ തന്നെ കിടക്കും. ഇലക്ഷൻ എല്ലാവർക്കും നമ്മുടെ പ്രദേശവും മത്സ്യത്തൊഴിലാളികളെയും വേണം. ഇവിടുത്തെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ഒരു MLA-മാരോ മന്ത്രിമാരോ തയ്യാറാകുന്നില്ല. മുതലപ്പൊഴിയുടെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് UDF ആണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും LDF സ്ഥാനാർത്ഥി V. ജോയ്. ഈ മുതലപ്പൊഴിയുടെ എല്ലാ ഗ്രാഫിക്സും അല്ലെങ്കിൽ എല്ലാ രൂപവും തയ്യാറാക്കിയത് UDF-ൻ്റെ ഗവൺമെൻറ് കാലത്താണ്. ആ സമയത്താണ് അത് ആരംഭിക്കുന്നത്. പിന്നെ നമുക്കതിൽ മാറ്റം വരുത്താൻ പറ്റിയില്ല. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുള്ള വികസനമാണ് മുതലപ്പൊഴിയിൽ ഉദ്ദേശിക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥി V. മുരളീധരനും പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുകയും അതോടൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആയിരിക്കണം മുതലപ്പൊഴിയിൽ ഏത് തരത്തിലുള്ള വികസനവും ഉണ്ടാകേണ്ടത്. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടിസ്ഥാന തത്വം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ വിമർശിക്കുകയാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. മുതലപ്പൊഴിയിൽ പുലിമുട്ടിന്റെ നീളം കൂട്ടിയാൽ അപകട സാധ്യത കുറയുമെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. ഇതടക്കം 100 കോടി രൂപയുടെ പദ്ധതി രേഖ കേന്ദ്രത്തിന് കൈമാറി കാത്തിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. മുതലപ്പൊഴി മുതൽ വർക്കല വരെയുള്ള തീരദേശ വോട്ടുകളാണ് ആറ്റിങ്ങലിലെ വിജയത്തെ പ്രധാനമായും സ്വാധീനിക്കുക. ഈ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മുതലപ്പൊഴിയിലെ പ്രശ്നപരിഹാരം വാഗ്ദാനങ്ങളിലും പ്രഖ്യാപനങ്ങളിലും മാത്രം ഒതുങ്ങുമോ എന്ന കാര്യം ഇനിയും കണ്ടറിയണം. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.